Hi, question number 4. Three infinitely long wires with linear charge density lambda are placed along the x-axis, y-axis and z-axis respectively. Which of the following denotes an equipotential surface? Equipotential surface. ഒന്ന് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. നോക്കൂ ഇവിടെ ത്രീ ആക്സസ് ഇതൊക്കെ ചാർജ് ഉണ്ട് എന്ന് പറയുന്നു, എക്സ് വൈ സെഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് തീൻ വയറിൽ നിന്ന് അകലെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 2 ലാംഡ ഡിവൈഡഡ് ബൈ ആർ. ഓർക്കുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. കാരണം നമുക്ക് ഇവിടെ നമുക്ക് വി ഹാവ് is equal to minus dv by dr or dv equal to minus edr or v എന്ന് പറഞ്ഞാൽ v is equal to integral edr. ഓക്കെ, ഇൻ്റഗ്രൽ EDR കൊടുക്കാം. യെസ്, ഇൻ്റഗ്രൽ EDR. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവണമല്ലോ. പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിൽ മീൻസ് എലോങ് ദാറ്റ് പോയിന്റ്സ്, അത് ഏത് പോയിന്റ് ആണെങ്കിലും ആ സർഫസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം. സർഫസിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും ആ സർഫസിൻ്റെ ഷേപ്പ് വളരെ ബ്ലൈൻഡായിട്ട് ഊഹിച്ച് പറയാൻ പറ്റും തോന്നുന്നില്ല അല്ലേ? കാരണം ഒറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ അക്രോസിൽ ഇവിടെ സിലിണ്ടറിക്കൽ ഷേപ്പാണെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ചാർജ് ഉണ്ട്, ഇവിടെ ചാർജ് ഉണ്ട്. അപ്പോൾ മൂന്നിലും കൂടെ ആവുന്ന ഒരു കോമൺ ഷേപ്പ് നമുക്ക് കിട്ടണം. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഏതൊരു പോയിന്റ് സെലക്ട് ചെയ്താലും ആ പോയിന്റിലൊക്കെ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു മൈനസിന് വേണേൽ നമുക്ക് ഇനി മാറ്റി വെക്കാം. വി ഈസ് ഈക്വൽ ടു ഇൻ്റെ വാല്യൂ എത്രയാണ്? ഇൻ്റഗ്രൽ 1/4πε0 2 ലാംഡ ബൈ ആർ. അപ്പോൾ 2k ലാംഡ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, യെസ്. കാരണം ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറയുന്ന ഡിറക്ഷനിലാണെന്നാണ് ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 2k ലാംഡ ബൈ ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2k lambda can be taken outside the integral, then 1 by r, അപ്പോൾ ln r plus constant of integration you will get 2k lambda ln r then constant of integration. ഓക്കെ, റെഡി. പക്ഷേ ആർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിതാ ഇവിടുന്ന് ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ പോയിന്റിൽ ഈ ഇക്വേഷൻ ആർക്കാണ് ബാധകം? ഇവിടുന്നുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് അതേപോലെ സെഡ് ആക്സിസ് നിന്ന് അങ്ങോട്ടുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്, അതാണല്ലോ ഈ ആർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനെ എക്സിൻ്റെ ഇത് ഞാൻ എടുക്കുന്നു, വൈൻ്റെത് ഞാൻ എടുക്കുന്നു, സെഡിൻ്റെ ഞാൻ എടുക്കുക. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്വേഷൻ എന്തായിരിക്കും കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2k ലാംഡ ln നോക്കൂ റൂട്ട് ഓഫ്, കാരണം ഞാൻ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആ പോയിന്റിലേക്ക്, വൈ എന്നുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാണ്, ഈ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ സെഡ് എന്നുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്, അപ്പോൾ ln റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം ഈ പാർട്ടിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു, പ്ലസ് ln root of x square plus z square plus ln root of y square plus z square plus constant of integration.
ഓക്കെ, ഇനി നോക്കൂ, ഈ പോയിന്റുകളിലുടനീളം വി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. വി ഷുഡ് ബി കോൺസ്റ്റന്റ്. അതാണല്ലോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ലെറ്റ് മീ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ് ആഫ്റ്റർ കോപ്പിയിങ് ദിസ്. യെസ്, ദിസ് ഈസ് വി. ഓക്കെ, ഇനി നോക്കൂ, on an equipotential surface, V equal to constant. Ready അല്ലേ? Okay. Therefore, നോക്കൂ, LHS അപ്പോൾ കോൺസ്റ്റൻ്റ് ആയി. ഇയാൾ കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് കിട്ടി. ആ കോൺസ്റ്റൻ്റ് ഡിവൈഡഡ് ബൈ 2k ലാംഡ കൊടുത്താൽ വീണ്ടും അതൊരു കോൺസ്റ്റൻ്റ്. റെഡി അല്ലേ? Therefore I can write ln root of x square plus y square plus ln root of x square plus z square plus ln root of y square plus z square equal to constant. ln a plus ln b plus എന്ന് വെച്ചാൽ എന്താ? That is ln a plus ln b plus ln c is ln abc. Therefore this is root of x square plus y square into root of x square plus z square into root of y square plus z square equal to constant. Or this is nothing but, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കൂ, അപ്പോൾ ഇ റൈസ് ടു സം കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ഹിയർ യു വിൽ ഗെറ്റ് എ കോൺസ്റ്റന്റ്. then this is nothing but root of x square plus y square into root of x square plus z square into root of y square plus z square equal to e raised to constant. ഓക്കെ, ഇ റൈസ് ടു കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇങ്ങനെ ആൻസർ ഇല്ലേ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.